നമുക്ക് ഈ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ എത്രത്തോളം ഹ്യൂമൻസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. എസ്പെഷ്യലി അവരുടെ ഹ്യൂമൻ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതിൽ തന്നെ ഫുഡ് പ്രൊഡക്ഷനും അതുപോലെ ഹെൽത്തിൻ്റെ കേസിലും അതുപോലെ തന്നെ ഫുഡ് പ്രൊഡക്ഷൻ ഈ രണ്ട് കാര്യങ്ങളിലും ഹ്യൂമൻ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ബയോടെക്നോളജി എത്രത്തോളം അവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നോക്കാം. എന്തൊക്കെയാണ് ഈ രണ്ട് ഫീൽഡിലും ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ? സോ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ നമ്മൾ അഗ്രികൾച്ചറിൽ ആദ്യം പറയണം. സോ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ, കൃഷിയിൽ ഈ ബയോടെക്നോളജീനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? സോ അതിനു മുമ്പായിട്ട് നമ്മൾ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന 3 തരത്തിലുള്ള രീതിയിൽ നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഒന്നാമത്തേത് എഗ്രോ ബേസ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ. എഗ്രോ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു അഗ്രികൾച്ചറാണ് എഗ്രോ ബേസ്ഡ് അഗ്രികൾച്ചർ. രണ്ടാമത്താണ് ഓർഗാനിക് അഗ്രികൾച്ചർ. ഓർഗാനിക് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ആയിട്ടുള്ളത്, അതായത് ജൈവ കൃഷിയാണ് ഉദ്ദേശിക്കുന്നത് ഓർഗാനിക് അഗ്രികൾച്ചർ. മൂന്നാമത്തെയാണ് ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ. ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന് ജനിതക വിളകളെ ആസ്പദമാക്കിയുള്ള കൃഷിയാണ് ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ. ഈ 3 തരത്തിലുള്ള മെത്തേഡിലൂടെയും ഫുഡ് പ്രൊഡക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അഗ്രോ ബേസ്ഡ് ആയിട്ടുള്ളത് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ രാസപദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അങ്ങനത്തെ കെമിക്കൽസ് ബേസ്ഡ് ആയിട്ടുള്ള കൃഷി രീതികളും നോക്കാം. അപ്പോഴും ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഓർഗാനിക് അഗ്രികൾച്ചർ ആണെങ്കിലും ജൈവ കൃഷിയാണെങ്കിലും ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കാം. ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് ആണെങ്കിലും ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കാം. എന്നാൽ നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്താണെന്ന് പഠിച്ചതാണ്. സോ ഗ്രീൻ റെവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവത്തിലൂടെ ഫുഡ് സപ്ലൈ ഒരു ട്രിപ്പിൾ ഫോൾഡ് വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ 3 മടങ്ങ് ഇൻക്രീസ് ഫുഡ് സപ്ലൈയിൽ ഗ്രീൻ റെവല്യൂഷൻ മൂലം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഒരു ഫുഡ് സപ്ലൈയുടെ ഇൻക്രീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രോയിങ് ഹ്യൂമൻ പോപ്പുലേഷന് അത്രയ്ക്ക് ഇനഫായിട്ടുള്ളത്, അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തിനുള്ളതല്ല. സോ അത്രയ്ക്കും ഹൈലി ഗ്രോയിങ് ആണ് നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ. സോ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്ഷൻ കിട്ടുന്നില്ല, ഈവൻ ദോ നമ്മുടെ ഗ്രീൻ റെവല്യൂഷനിലൂടെ കൂടി. സോ നമുക്ക് ഗ്രീൻ റെവല്യൂഷനിലൂടെ എങ്ങനെയാണ് ഈ ഫുഡ് സപ്ലൈ അഥവാ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുണ്ടായ കാരണം? നമ്മൾ ഇൻക്രീസ്ഡ് ഈൽഡ് കിട്ടാൻ കാരണം മെയിനായിട്ട് നമ്മൾ ഇംപ്രൂവ്ഡ് ക്രോപ്പ് വെറൈറ്റീസാണ് യൂസ് ചെയ്തിരുന്നത്. സോ ഗ്രീൻ റെവല്യൂഷനിൽ യൂസ് ഓഫ് ഇംപ്രൂവ്ഡ് ക്രോപ്പ് വെറൈറ്റീസ്, ഏറ്റവും ഹൈലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ക്രോപ്പ് വെറൈറ്റികളെ കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ അഗ്രികൾച്ചർ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇൻക്രീസ്ഡ് ഈൽഡ് കിട്ടി. അതുമാത്രമല്ല, കാരണം ഏറ്റവും നല്ല ബെറ്റർ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്, കൺവെൻഷനലായിട്ടുള്ള മെത്തേഡിനേക്കാളും ബെറ്റർ മാനേജ്മെൻറ്റ് പ്രാക്ടീസസുകളാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അഗ്രോ കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്തിരുന്നു. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ഗ്രീൻ റെവല്യൂഷനിലൂടെ ഒരു ട്രിപ്പിൾ ഫോൾഡ് ഇൻക്രീസ് ഇൻ ഫുഡ് സപ്ലൈ സാധ്യമായത്. മെയിനായിട്ട് ഇംപ്രൂവ്ഡ് ക്രോപ്പ് വെറൈറ്റി, യൂസ് ഓഫ് ഇംപ്രൂവ്ഡ് ക്രോപ്പ് വെറൈറ്റീസ്. രണ്ടാമത് ബെറ്റർ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ആയിരുന്നു. മൂന്നാമത് അഗ്രോ കെമിക്കൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സിൻ്റെ യൂസേജ്. ഇത് 3ഉമായിരുന്നു നമുക്ക് ഗ്രീൻ റെവല്യൂഷനിൽ കൂടുതൽ ഇൻക്രീസ് തരാനുള്ള, ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫുഡ് സപ്ലൈയുടെ ഇൻക്രീസ് തരാനുള്ള കാരണം. എന്നാൽ ഈ ഫാമേഴ്സിനെ സംബന്ധിച്ച്, എസ്പെഷ്യലി ഈ ഡെവലപ്പിംഗ് വേൾഡിൽ ഫാമേഴ്സിനെ സംബന്ധിച്ച് ഈ അഗ്രോ കെമിക്കൽസ് എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പെൻസീവാണ്. അവർക്ക് അത് എഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല ഈ അഗ്രോ കെമിക്കൽസ്. അതുമാത്രമല്ല, ഇപ്പോൾ നിലവിലുള്ള വെറൈറ്റീസുകളെ വെച്ചിട്ട്, എക്സിസ്റ്റിംഗ് വെറൈറ്റീസിനെ വെച്ചിട്ട് ഒരു കൂടുതൽ ഇൻക്രീസ് ഇൻ ഈൽഡ് നടത്തുക എന്നുള്ളത് അവർക്ക് കൺവെൻഷണൽ ബ്രീഡിംഗ് കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമല്ല ഫാമേഴ്സിന്. സോ ഫാമേഴ്സിന് അഗ്രോ കെമിക്കൽസിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അത് എന്ന് പറയുന്നത് ഹൈലി എക്സ്പെൻസീവാണ്. അതുപോലെ എക്സിസ്റ്റിംഗ് വെറൈറ്റീസ്, നിലവിലുള്ള വെറൈറ്റീസിൻ്റെ ഇൻക്രീസ് വരുത്തുക എന്നുള്ളത് ഒരു നോർമൽ കൺവെൻഷണൽ ബ്രീഡിങ്ങിലൂടെ മാത്രം ഒരു എക്സിസ്റ്റിംഗ് വെറൈറ്റിക്ക് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ജനറ്റിക് മോഡിഫിക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്.
എന്തുകൊണ്ടാണ് ജനറ്റിക് മോഡിഫിക്കേഷൻ്റെ ആവശ്യം? അപ്പോൾ നമ്മുടെ ചിന്തയിൽ വരാം, ഈസ് ദർ എനി ഓൾട്ടർനേറ്റീവ് പാത്ത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു ഡിസഡ്വാൻറ്റേജിനായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പാത്ത് ഉണ്ടോ? അതായത് നമുക്ക് ജനറ്റിക്സ് എന്താണെന്ന് അറിയാം. സോ നമ്മുടെ നോളജ്, ജനറ്റിക്സിലുള്ള നോളജ് വെച്ചിട്ട് ഈ ഫാമേഴ്സിന് മാക്സിമം ഈൽഡ് അവരുടെ ഫീൽഡിൽ നിന്ന് കിട്ടാനായിട്ട് ജനറ്റിക്സിലൂടെ നമുക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് പാത്ത് ഉണ്ടോ? സോ ജനറ്റിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫാമേഴ്സിന് അവരുടെ ഫീൽഡിൽ നിന്ന് മാക്സിമം ഈൽഡ് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഒരു ഓൾട്ടർനേറ്റീവ് പാത്ത് ഉണ്ടോ? അതുപോലെ തന്നെ ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെയും കെമിക്കൽസിൻ്റെയും യൂസേജ് കുറച്ചുകൊണ്ട് അതുമൂലമുള്ള ഹാംഫുൾ എഫക്റ്റ് എൻവയോൺമെൻറ്റിനെ റെഡ്യൂസ് ചെയ്യാനും എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? സോ ഇതിനൊക്കെ ഒരു പോസിബിൾ സൊല്യൂഷനാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്. സോ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പാണ് ഇതിനൊരു പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. സോ വൈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്? എന്തിനു വേണ്ടിയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്? സോ നമ്മുടെ ആൻസറാണ് ടു ഒബ്റ്റൈൻ മാക്സിമം ഈൽഡ്. ഫാമേഴ്സിന് അവരുടെ ഫീൽഡിൽ നിന്ന് മാക്സിമം ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ടു മിനിമൈസ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്. ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെയും കെമിക്കൽസിൻ്റെയും ഉപയോഗം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ടു റിഡ്യൂസ് ദ ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് എൻവയോൺമെൻറ്റ്. ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെയും കെമിക്കൽസിൻ്റെയും ഹാംഫുൾ ഇഫക്റ്റ് എൻവയോൺമെൻറ്റിൽ വരുന്നത് പരമാവധി കുറയ്ക്കാൻ വേണ്ടി, അതിൻ്റെ അളവ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. സോ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് അല്ലെങ്കിൽ ജനറ്റിക് മോഡിഫിക്കേഷൻ നടത്തുന്നത്. സോ പ്ലാന്റ്സ്, ബാക്ടീരിയ, ഫംഗൈ, അനിമൽസ്, ഇതിൻ്റെയൊക്കെ ജീൻസ്, ഹൂസ് ജീൻസ് ഹാവ് ബീൻ ഓൾട്ടേർഡ് ബൈ മാനിപ്പുലേഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അല്ലെങ്കിൽ GMO. സോ നമ്മുടെ ഈ ലിവിങ് ഓർഗാനിസം, പ്ലാന്റ്സ്, ബാക്ടീരിയ, ഫംഗൈ, അനിമൽസ്, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ബാക്ടീരിയ ആയിക്കോട്ടെ, ഫംഗൈ ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം ജീൻസിനെ ഓൾട്ടർ ചെയ്യണേന്, മാനിപ്പുലേഷൻ വഴി ഓൾട്ടർ ചെയ്യണേന് പറയുന്ന പേരാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അഥവാ GMO. സോ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിലൂടെ നമുക്ക് ഈ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒക്കെ ജനറ്റിക് മെറ്റീരിയലിനെ ഓൾട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഒരു ഓർഗാനിസമാക്കി മാറ്റാവുന്നതാണ്. അതാണ് ജനറ്റിക് മോഡിഫിക്കേഷൻ. ഈ എല്ലാ ഓർഗാനിസത്തിൻ്റെയും ജീനുകളെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഓൾട്ടർ ചെയ്യുക, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് അവരെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക. അതാണ് ജനറ്റിക് മോഡിഫിക്കേഷൻ്റെ ഉദ്ദേശം. സോ ജനറ്റിക് മോഡിഫിക്കേഷൻ വഴി നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഡ്രോബാക്കുകളും നമുക്ക് പരിഹരിക്കാവുന്നതാണ്. മാക്സിമം ഈൽഡ് കിട്ടുന്നു, അതുപോലെ ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുന്നു, അതുപോലെ ഈ കെമിക്കൽസിൻ്റെ എഫക്റ്റ് എൻവയോൺമെൻറ്റിലുള്ളതും കുറയ്ക്കാൻ സാധിക്കുന്നു.